ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് की डायरी से എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണിത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ആദ്യം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. स्वतंत्र भारत के प्रथम राष्ट्रपति डॉक्टर राजेंद्र प्रसाद का जन्म 3 दिसंबर 1884 को उत्तर बिहार के सारण जिले के ജീരാദേയി നാമക് ഗാവ് മേ ഹുവാ था. അപ്പം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനിച്ചത് 3 ഡിസംബർ 1884 ഉത്തർ ബീഹാറിലെ സാരൺ ജില്ലയിലെ ജീരാദേയി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. പിതാ മഹാദേവ് സഹായ് സംസ്കൃത് ഏവം ഫാർസി കെ ബഡേ വിദ്വാൻ थे. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മഹാദേവ് സഹായ് സംസ്കൃതത്തിലും അതുപോലെ തന്നെ ഫാർസിയിലും ഒരു വിദ്വാനായിരുന്നു. और മാതാ കമലേശ്വരി ദേവി ധർമ്മപാരായൺ മഹിള थी. അദ്ദേഹത്തിൻ്റെ അമ്മ കമലേശ്വരി ദേവി ഒരു ഭക്തയായിരുന്നു. अपनी स्कूली शिक्षा के बाद उन्होंने कलकत्ता विश्वविद्यालय में अर्थशास्त्र में MA तथा कानून में LM की ഡിഗ്രി പ്രാപ്ത് की. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിംഗ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൊൽക്കത്ത വിശ്വവിദ്യാലയ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് MA എക്കണോമിക്സ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ML എടുത്തിട്ടുണ്ട്. तत्पश्चात कानून में डॉक्टरेट की उपाधि भी प्राप्त की है. അതിനുശേഷം ലോയിൽ തന്നെ PhD ചെയ്തിട്ടുണ്ട്, ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. पढ़ाई के बाद कुछ समय तक उन्होंने पटना हाईकोर्ट में वकालत की और फिर वकालत छोड़कर ദേശ് സേവാമേ കാര്യരത് രഹേ. അപ്പം ഇത് പഠിച്ചിറങ്ങിയപ്പോൾ കുറച്ച് നാൾ അദ്ദേഹം പട്ന ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ രാജ്യസേവയ്ക്കായിട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത്. വേ ഭാരതീയ സ്വതന്ത്രതാ സംഗ്രാം കെ സക്രിയ സേനാനി थे. साथ ही साथ ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് കെ അധ്യക്ഷ ബി രഹേ ഹെ. അപ്പം അദ്ദേഹം ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിലെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്, ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. ഭാരതീയ ജനത പ്യാർ സെ ഉൻഹെ രാജേന്ദ്ര ബാബു പുക്കാർത്തി थी. ഇപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ അദ്ദേഹത്തെ രാജേന്ദ്ര ബാബു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഭാരതീയ സംവിധാൻ के निर्माण में उन्होंने डॉक्टर BR अम्बेडकर के साथ कंधे से कंधा मिलाकर काम किया था. संयोगवश भारत के संविधान पर हस्ताक्षर करने का सौभाग्य भी उन्हें मिला. അപ്പോൾ ഭാരത് के संविधान എന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിൽ ഡോക്ടർ BR അംബേദ്കറിന് എത്രത്തോളം പങ്കുണ്ടോ അത്രയും തന്നെ അതിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഈക്വലി എഫേർട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്യാനായിട്ടുള്ള ഭാഗ്യവും കിട്ടിയിട്ടുണ്ട്. ഏക് കുശൽ രാജ്നേതാ ഹോനെ കെ സാത്ത് സാത്ത് രാജേന്ദ്ര ബാബു ഏക് അച്ഛേ ലേഖക് ബി थे. കഴിവുള്ള ഒരു നേതാവ് ആയിരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു ലേഖകനും കൂടിയായിരുന്നു. ഉൻഹോനെ ശിക്ഷ और संस्कृति, ഭാരതീയ ശിക്ഷ, മേരി ആത്മകഥ, മേരി യൂറോപ്പീയ യാത്ര, ഗാന്ധി ജി की देन, ബാപ്പു കെ കദമോ മേ ആദി പുസ്തകവും की രചന की है. അപ്പം മേൽപ്പറഞ്ഞ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ചതാണ്. പത്മസിംഗ് ശർമ്മ से प्रेरणा ग्रहण कर उन्होंने अपनी प्रायः सारी रचनाएं मौलिक रूप से हिंदी में लिखी है. അപ്പം പത്മസിംഗിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട്, പത്മസിംഗ് ശർമ്മയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുവിധം കൃതികളെല്ലാം തന്നെ ഹിന്ദിയിലാണ് രചിച്ചത്. കേവൽ ഇന്ത്യ ഡിവൈഡ്സ്, ഖണ്ഡിത് ഭാരത് ഹി ഇസ്കാ ഏക്മാത്ര അപ്വാദ് ഹെ. ഒറ്റ ഒരു എക്സെപ്ഷനേ ഉള്ളൂ, ഹിന്ദിയിലല്ലാതെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഡിവൈഡ്സ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. രാജേന്ദ്ര ബാബു ഗാന്ധിജി കെ ആദർശോं के സच्चे അനുയായി थे. അപ്പം ഗാന്ധിജിയുടെ ആദർശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ച ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നൗ ഭാരത് के निर्माण में उन्होंने अपनी महत्वपूर्ण भूमिका निभाई है. പുതിയ ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ആയ റോൾ തന്നെ വഹിച്ചിട്ടുണ്ട്. 28 जनवरी 1963 को भारत के इस महान राजनेता की मृत्यु हुई. അപ്പോൾ അദ്ദേഹം മരിച്ചത് 28 जनवरी 1963 अपनी राष्ट्र सेवा के लिए उन्हें मृत्यु उपरांत എന്ന് വെച്ചാൽ മരണശേഷം രാഷ്ട്രത്തിൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം
1982 ഭാരത് രത്ന की उपाधि से सम्मानित किया गया है. അദ്ദേഹം മരിച്ചതിന് ശേഷം 1982 അദ്ദേഹത്തിന് ഭാരത് രത്ന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഡയറിയിൽ നിന്ന് എടുത്ത ഭാഗമാണ് വരുന്നത്. അപ്പോൾ അതെന്താന്ന് നോക്കി നോക്കാം. डायरी से डॉक्टर राजेंद्र प्रसाद, मैंने सोचा कि अगर हो सका तो आज से प्रतिदिन जो कुछ हुआ करेगा उसको यथासाध्य लिख लिया करूँगा. അപ്പം അദ്ദേഹം കരുതി ഇന്നു മുതൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇനി അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അപ്പോൾ ഈ കരുങ്കാൻ്റെ അപ്പുറത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ എന്താ എഴുതിയേക്കണമെന്ന് നോക്കാം. പ്രഥം ബാർ 26 जनवरी 1950 को जब राजेंद्र बाबू राष्ट्रपति बने, उस दिन के कार्यक्रम की जो प्रतिक्रिया उन पर हुई उसका विवरण स्वयं अपने हाथ से डायरी के पन्ने पर किया है. प्रथम बार ആദ്യമായിട്ട് 26 जनवरी 1950 को जब राजेंद्र बाबू राष्ट्रपति बने, അന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ രാഷ്ട്രപതിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഉസ് ദിൻ കെ കാര്യക്രം കി ജോ പ്രതിക്രിയ ഉൻ പർ ഹുയി ഉസ്കാ വിവരൺ സ്വയം അപ്നെ ഹാത്ത് സെ ഡയറി കെ പന്നെ പർ കിയാ ഹെ. അപ്പം അന്ന് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കിയ സമയത്ത് അന്ന് നടന്ന കാര്യങ്ങൾ, അന്ന് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ എല്ലാം സ്വയം തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ആജ് കാ ദിൻ ഭാരത് के लिए अपूर्व दिन है. आज हमारा प्रजातंत्रात्मक गणराज्य स्थापित हुआ और तत्संबंधी उत्सव दिल्ली में और सारे देश में मनाया गया. അപ്പോൾ ആ 26 ജനുവരി 1950 എന്ന് പറയുന്ന ഒരു ദിവസം ഭാരതത്തെ സംബന്ധിച്ച് അപൂർവമായിട്ടുള്ളൊരു ദിവസമാണ്. അന്നാണ് നമ്മുടെ പ്രജാതന്ത്രാത്മക ഗണരാജ്യം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അത് സ്ഥാപിതമാവുന്ന ദിവസം. അതുപോലെ തന്നെ തത്സംബന്ധി ഉത്സവ്, അതിനോടനുബന്ധിച്ച ഉത്സവങ്ങളെല്ലാം ഡൽഹിയിലും മുഴുവൻ ഇന്ത്യയിലും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത് സേ തബിയത്ത് കുച്ച് സുസ്ത് ഥി ജ്വർ സാഥ. അപ്പം അദ്ദേഹത്തിനാണെങ്കിൽ തലേന്ന് രാത്രി തൊട്ട് തന്നെ വയ്യാന്ന് തോന്നുന്നുണ്ട്, പനി വരുന്നത് പോലെ തോന്നുന്നുണ്ട്. സബേരെ ഹി ബാപ്പു കി സമാധി പർ സർദാർ ഓർ ഘർ കെ ലോഗോं के साथ गया. രാവിലെ തന്നെ ബാപ്പുവിന്റെ സമാധി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് സർദാർജിനെയും കൂട്ടി പോയി. और घर के लोगों के साथ, വീട്ടിലെ ആളുകളെയും കൂട്ടി പോയി. സർദാർജി എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. താഴെ അത് കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥന ഹുയി വഹാ സെ ബിർള മന്ദിർ മേ ജാക്കർ ദർശൻ കിയ. അപ്പം ബാപ്പുവിന്റെ സമാധി സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ബിർള മന്ദിറിന്റെ അവിടേക്ക് പോയി. घर पर पंडित लोग जमा थे, वहाँ पूजा की गई और मुझे एक विजापट पहनाया गया जो बहुत कीमती समझा जाता है. വീട്ടിൽ പൂജയൊക്കെ ചെയ്തു, അവിടെ പണ്ഡിതർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു വിജാപ്പട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് പ്രോപ്പറായിട്ട് എന്ത് ടൈപ്പ് ക്ലോത്ത് ആണെന്ന് പറയുന്നില്ല കേട്ടോ, അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. വിജാപ്പട്ട് എന്ന് പറഞ്ഞപ്പോൾ റോയൽ ആയിട്ടുള്ള ഒരു ക്ലോത്ത്. പെഹനായ ഗയ ജോ ബഹുത് കീമത്തി സംജാ ജാത്താ ഹെ, വളരെ എക്സ്പെൻസീവ് ആണ്, പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണെന്ന് കരുതപ്പെടുന്ന ഒന്നാണ്. പർ കീമത്തി ഹോനെ കെ അലാവ ഉസ്മേ ബഹുത് ചമത്കാർ മാനാ ജാത്താ ഹെ. അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അത്ഭുതകരമായിട്ടുള്ള ഒന്നാണെന്നും കൂടിയാണ് പറയുന്നത്. മഹാരാജ രൺജീത് സിംഗ് കെ സേനാനി മെഹക്കം സിംഗ് കെ ഗുരു ने उनके लिए इसे तैयार कराया था. മഹാരാജ രൺജീത് സിംഗിന്റെ സേനാനിയായിട്ടുള്ള മെഹക്കം സിംഗിന്റെ ഗുരു അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിപ്പിച്ചതാണ് ഇതെന്നാണ് പറയുന്നത്. നവഗ്രഹോं की शांति के लिए इसमें कीमती नगीने जड़े है और जो 2x1/2 की छोटी सी जगह है उसमें संपूर्ण गीता की एक प्रति लिखकर रख दी गई है. അപ്പം ഈ വിജാപ്പട്ടില് 9 ഗ്രഹങ്ങളുടെയും ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള ജെംസ് എല്ലാം ഉണ്ട്, രത്നങ്ങളെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2x1/2 ഏരിയ ഉള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. അവിടെ ഗീതയുടെ ഒരു കോപ്പി എന്നുള്ള രീതിക്ക് അതിനെ സമ്മറൈസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കഹാ ജാത്താ ഹെ कि बड़ी बड़ी लड़ाइयों में महकम सिंह इसे पहना करते थे और वह भी जगहों पर विजयी हुए. അപ്പം വലിയ വലിയ യുദ്ധങ്ങളിൽ പോകുമ്പോൾ മെഹക്കം സിംഗ് ഈ ഒരു വിജാപ്പട്ട് ധരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആ യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്.
മഹാരാജ രൺജീത് സിംഗ് കബി കബി ഇസെ പെഹൻകർ വിജയ് ഹുए थे. മഹാരാജ രൺജീത് സിംഗും ഇടയ്ക്ക് ഇത് ധരിച്ചിട്ട് യുദ്ധത്തിന് പോവാറുണ്ട്, അപ്പോഴും പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. ഗുരു के वंशजों के पास यह रह गया था और 1925 में किसी प्रदर्शनी में यह दिखलाया गया था और अंग्रेज इतिहासकार ने इसका पूरा अहवाल लिखा है, जिसको डॉक्टर श्याम प्रसाद मुखर्जी ने मुझे दिखलाया. लोगों ने बहुत प्रेम और श्रद्धा के साथ इसे 2 दिन पहनने को कहा है. അപ്പം ഗുരുവിൻ്റെ ആ വംശത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിൽ ഇതൊരു 1925 വരെ ഉണ്ടായിരുന്നു. വിജാപട്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് 1925 ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് മറ്റുള്ളവർ കാണാനായിട്ട് ഇടയായത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വിജാപട്ടിൻ്റെ ഫുൾ കോണ്ടെക്സ്റ്റ്, എഹ്വാൽ എന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റ് എഴുതിയത്. ജിസ്കോ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിനെ മുझे ദിഖ്ലായ. അപ്പം ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കാണിച്ചിട്ടുണ്ട്. ലോഗോനെ ബഹുത് പ്രേം और श्रद्धा के साथ इसे 2 दिन पहनने को कहा. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തോട് വളരെ ശ്രദ്ധയോടും ഇഷ്ടത്തോടും കൂടിയിട്ട് ഈ വിജാപട്ട് 2 ദിവസം ധരിക്കാനായിട്ട് പറഞ്ഞു. 10 बजे से दरबार था जहां मैंने शपथ लिया. അപ്പോൾ 10 മണിക്കാണ് ദർബാർ ഉണ്ടായിരുന്നത്, അവിടെയാണ് അദ്ദേഹം ഈ ഓത്ത് എടുത്തത്. राष्ट्रपति भवन का दरबार हॉल वाइसरॉय हाउस में यहाँ दरबार लगा करता था. वहाँ सभी देशों के दूत, अपने मंत्री लोग, असेंबली के सदस्य, बड़े बड़े अफसर इत्यादि मौजूद थे. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഓത്ത് എടുക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ദൂത്, അംബാസിഡേഴ്സ്, അതുപോലെ തന്നെ മന്ത്രിമാര്, അസംബ്ലിയുടെ മെമ്പേഴ്സ്, വലിയ വലിയ ഓഫീസേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. രാജാജിനെ പहुंचते ही स्वागत करके अपने സ്റ്റഡി മേ ലേ ജാക്കർ ആശീർവാദ് ദിയാ ഥ. രാജാജി വന്നപ്പോഴേ അദ്ദേഹത്തെ വിളിച്ച് സ്റ്റഡി റൂമിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇപ്പൊ രാജാജി ആരാന്നും താഴെ പറയുന്നുണ്ട്. ചക്രവർത്തി രാജ് ഗോപാൽ ആചാരി, ഭാരത് കെ അന്തിം ഗവർണർ ജനറൽ. ഭാരതത്തിന്റെ ലാസ്റ്റ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ചക്രവർത്തി രാജ് ഗോപാലാചാര്യനാണ് ഇവിടെ രാജാജി എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആശീർവദിച്ചു. ഉൻകാ പ്രേം യഹാ ദേഖ്നെ മേ ആയ. അപ്പൊ അദ്ദേഹത്തിന് എത്രത്തോളം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് ഇഷ്ടമുണ്ടെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായി. ഉൻഹോനെ അക്ഷത് मंगा कर रखा था. वहाँ जब हम दोनों अकेले हो गए थे तो उन्होंने कहा आई मस्ट फर्स्ट ब्लेस यू, और अक्षत मेरे ऊपर डालकर पीठ ठोकी. അപ്പം അദ്ദേഹം അക്ഷത വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അക്ഷതം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ അക്ഷത അദ്ദേഹത്തിന്റെ മുകളിൽ തളിച്ചിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ പുറത്തൊന്ന് പാറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ താങ്കളെ ബ്ലെസ് ചെയ്യട്ടെ എന്ന്. ഉസ്കെ ബാദ് ഹം ദോനോ ദർബാർ മേ ഗയേ. അതിനുശേഷം ഇവർ രണ്ടുപേരും ഹാളിൽ പോവാണ്. ഉൻഹോനെ ബജായ് മുझे गणराज्य की घोषणा करने के और असेंबली के उस निश्चय को पढ़कर सुना देने के बाद, जिसमें मेरे राष्ट्रपति चुने जाने की सूचना थी, अपनी कुर्सी पर हाथ पकड़कर बैठा दिया. उन्होंने बजाय मुझे गणराज्य की घोषणा करने के, അദ്ദേഹമാണെങ്കിൽ ഈ റിപ്പബ്ലിക് അനൗൺസ് ചെയ്യുന്നതിന് പകരം, और असेंबली के उस निश्चय को पढ़कर सुना देने के बाद, അസംബ്ലിയുടെ ഈ ഒരു ഡിസിഷൻ വായിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം, जिसमें मेरे राष्ट्रपति चुने जाने की सूचना थी, അതിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ രാഷ്ട്രപതി ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സൂചന ഉണ്ടായിരുന്നു. അപ്നി കുർസി പർ ഹാത്ത് പക്കഡ്കർ ബിഠാ ദിയ. അദ്ദേഹത്തിന്റെ ആ ഒരു ചെയറിൽ കൈ പിടിച്ച് ഇരുത്തി. ശബദ് കെ ബാദ് ഹം ദോനോ एक छोटे जुलूस में जैसे आए थे फिर चले गए. അങ്ങനെ ഈ ഒരു ഓത്തെടുത്തതിന് ശേഷം ഇവർ രണ്ടുപേരും ചെറിയ ഒരു പരേഡ് പോലെ കുറച്ച് ആളുകളുടെ കൂടെയാണ് വന്നത്, അതേപോലെ തന്നെ തിരിച്ചുപോയി. मैं एक कमरे में ले जाया गया जहां सभी मंत्रियों, जजों, स्पीकरों और कंट्रोलर एंड ऑडिटर ജനറൽ കോ ശപഥ് ദിലായ. അങ്ങനെ അദ്ദേഹത്തിന് വേറൊരു റൂമിൽ പോയി. അവിടെ ആണെങ്കിൽ എല്ലാ മന്ത്രിമാര്, ജഡ്ജ്, സ്പീക്കർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരൊക്കെ ഉള്ള സ്പീച്ച് ഉണ്ടായിരുന്നു. ഉസ്കെ ബാദ് കുച്ച് കാഗസോं पर दस्तखत किया जो जरूरी थे.
यदि ऐसा न होता तो बहुत कानूनी झगड़े शायद कई മാമലോ മേ पैदा होते. അതിനുശേഷം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെന്റ്സിലൊക്കെ ദസ്തഖത്ത് കർണമെന്ന് വെച്ചാൽ സൈൻ ചെയ്യാം. ആ സൈൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ये विशेष करके ऐसे कागजात थे जो कानूनी दृष्टि से ज़रूरी थे. അപ്പം ഇത് ലീഗലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ആയിരുന്നു. मैं वहाँ ही कुछ खाकर आराम करता रहा. घर के लोग एक ക്വീൻ വിക്ടോറിയ റോഡ് വാപ്പസ് ചലയായി. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. വീട്ടിലെ ആളുകളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. 2:30 बजे से जुलूस निकलने वाला था. 2 दिनों से बादल बहुत जोर से लगे थे. 2:30-ക്കാണ് പരേഡൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നത്. 2 ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്യും എന്നുള്ള രീതിയിൽ കാർമേഘങ്ങൾ മൂടിക്കെട്ടൊക്കെ ഉണ്ട്. കുച്ച് പാനി ബി ബർസാ ഥ. അപ്പം കുറച്ച് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കൽ ഷാം കോ റേഡിയോ മേ കഹാ ഥ कि आज भी बादल रहेंगे. അപ്പോൾ കഴിഞ്ഞ ദിവസം റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും മേഘമൊക്കെ ഉണ്ടായിരിക്കും. ഓർ ബൂന്ദാ ബൂന്ദി ബി ഹോഗി. മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്. സവേരെ ഗഹരി ഘട്ട ലഗി ഥി ഓർ കുച്ച് കുച്ച് ഹൽക്ക സ പാനി ബി ബരസ് രഹാ ഥ. രാവിലെ ആണെങ്കിൽ നല്ല കാർമേഘവും മൂടിക്കെട്ടും ഉണ്ടായിരുന്നു. കുറച്ച് മഴയുണ്ടായിരുന്നു. സർദി കാഫി ഥി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇസി സെ മേ കുച്ച് സുസ്ത് ബി ഹോ ഗയാ ഥ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സുഗല്യായ്മയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സമാധി പർ ജാനെ സെ പെഹലെ ഡോക്ടർ PC ढंडा से सुई भी लगवा ली थी. സമാധിയുടെ അവിടെ സന്ദർശിക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് അദ്ദേഹം ഡോക്ടർ PC ढंडेയുടെ അടുത്ത് പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. സമാധി പർ मैदान में प्रार्थना के लिए कुछ देर खड़े रहना पड़ा. അങ്ങനെ സമാധിയുടെ അവിടെ അദ്ദേഹത്തിന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കുച്ച് സർദി ലഗി. തണുപ്പുണ്ടായിരുന്നു. डर था कि शायद पीछे कुछ और भी तबीयत बिगड़ ना जाए और दोपहर के जुलूस के समय यदि पानी भरा रहा तो ना मालूम मेरा स्वास्थ्य उसे कैसे बर्दाश्त कर सकेगा. അപ്പം ഇനി മഴയും കൂടി പെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ജുലൂസിന് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. बर्दाश्त करना എന്ന് വെച്ചാൽ അതാണ് टॉलरेट या सहिक्या. पर जुलूस में जाने के पहले ही आसमान साफ हो गया था और धूप निकल आई थी. यह प्रातः 10 बजे से आरंभ हुआ था और उस समय तो सुहावना हो गया था. അങ്ങനെ ജുലൂസൊക്കെ പോകുമ്പോഴത്തേനും ഒരുവിധം ആകാശമൊക്കെ ക്ലിയറായി. മഴമേഘങ്ങളൊന്നും ഇല്ല. मैंने पहल कलकत्ते में अपने बॉडीगार्ड के साथ 4 या 6 घंटों की गाड़ी पर जुलूसों में लोड करजन को आज से प्रायः 50 वर्ष पहले देखा था. അപ്പം അദ്ദേഹമാണെങ്കിൽ പണ്ട് കൽക്കത്തയിൽ ഒരു 50 വർഷം മുൻപ് ഇതുപോലെ ഈ ഒരു ജുലൂസിൽ വണ്ടിയിൽ ലോർഡ് കർജൻ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആജ് ഉസി പ്രകാർ കെ സവാരോं और दूसरे सरंजाम के साथ वैसे ही 6 घोड़ों की गाड़ी पर मैं सवार होकर जुलूस में निकला. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാനും 6 കുതിരകളെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഗാഡിയിൽ ജുലൂസിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്. മേരി ജിന്ദഗി മേ ഹി കിത്ന അന്തർ പട് ഗയാ ഹെ. എൻ്റെ ലൈഫിൽ എന്തൊരു വലിയ വ്യത്യാസമാണ് വന്നത്. ജുലൂസ് കാ രാസ്ത പ്രായഃ 5 മീൽ ലംബാ ഥ. അപ്പം ഇവർ ഈ യാത്ര ഇങ്ങനെ പോകുന്നത് ഒരു 5 മീൽ ദൂരമുണ്ട്. ജനതാ കി ഭീഡ് ദോനോ और सारे रास्ते में लगी थी. ജനങ്ങൾ 2 സൈഡിലും തിക്കി തിരക്കി നിൽക്കുകയാണ്. उत्साह उमड़ पड़ा था. इरविन स्टेडियम में मैंने फौज की सलामी ली जिसमें नौसेना, भूसेना और वायुसेना सभी शरीक थी. पुलिस भी शरीक थी. बहुत ही अच्छा और सुंदर यह काम हुआ. वहाँ से जुलूस में मैं फिर गवर्नमेंट निवास में वापस आया. वहाँ से ക്വീൻ വിക്ടോറിയ റോഡ് മേ ഗയ. അങ്ങനെ അദ്ദേഹം ഈ പരേഡൊക്കെ കഴിഞ്ഞിട്ട് പരേഡ് കഴിയാറായ സമയത്ത് അവിടെ ഇർവിൻ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണെങ്കിൽ നേവിയിലെയും ആർമിയിലെയും അതുപോലെ തന്നെ എയർഫോഴ്സിലെയും ഓഫീസേഴ്സൊക്കെ അദ്ദേഹത്തിന് സലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാം വളരെ നല്ലതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ജുലൂസ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗവൺമെൻറ് നിവാസിൽ തിരിച്ചു വന്നു. എന്നിട്ട് അവിടുന്ന് ക്വീൻ വിക്ടോറിയ റോഡിലേക്ക് അവിടെ പോയി തിരിച്ചുപോയി വീട്ടിലേക്ക് പോയി. रात को गणराज्य की ओर से भोज दिया गया था जिसमें प्रायः
114 ആദ്മി बैठे थे. രാത്രി ഇവിടുന്ന് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. അതിൽ ഓൾമോസ്റ്റ് 114 ആളുകൾ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. विशेष करके विदेशों के राजदूत, अपने मंत्रिमंडल के लोग और कुछ महाराजा और कुछ उच्च പദാധികാരി ലോഗ് ഹി थे. ഈ 114 ആളുകൾ എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലെ അംബാസഡേഴ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ തന്നെ രാജ്യത്തിലെ മന്ത്രിമണ്ഡലിലെ ആളുകൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് മഹാരാജ, അതുപോലെ തന്നെ ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്ന കുറച്ച് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. പദാനുസാർ ഹോളണ്ട് के दूध ने जो सब दूधों में पुराना होने के कारण उनका अगुआ माना जाता है, भाषण दिया जिसमें भारत की इस ऐतिहासिक घटना पर पुराने इतिहास और हाल में जो भारत कर रहा है उसका हवाला देते संतोष और भविष्य के लिए आशा प्रकट की. ഹോളണ്ടിലെ അംബാസിഡർ ജോ സബ് ദൂതോ മേ പുരാന ഹോനെ കെ കാരണം. മറ്റു രാജ്യങ്ങളിലെ അംബാസിഡേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹോളണ്ടിലെ അംബാസിഡറിനാണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ കുറേ കാലമായിട്ടുള്ള ബന്ധമായതുകൊണ്ട്. ഉൻക അഗുവ മാനാ ജാത്ത ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെയാണ് ഒരു ലീഡറായിട്ട് കാണപ്പെടുന്നത്, ആൾക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഭാഷൺ ദിയ ജിസ്മേ ഭാരത് കി ഇസ് ऐतिहासिक घटना पर. അപ്പം അദ്ദേഹമാണ് അവിടെ പ്രസംഗിച്ചത്. ജിസ്മേ ഭാരത് കി ഇസ് ऐतिहासिक घटना पर पुराने इतिहास और हाल में जो भारत कर रहा है. അപ്പം ഭാരതിന്റെ പണ്ടത്തെ ചരിത്രവും ഇപ്പോൾ ഭാരത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഉസ്കാ ഹവാല ദേത്തെ സന്തോഷ് और भविष्य के लिए आशा प्रकट की. അപ്പം ഇപ്പോഴുള്ള കോണ്ടെക്സ്റ്റ് എല്ലാം കൂടി സംസാരിച്ചിട്ട് ഇനി ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ ആശംസകളും നേർന്നു. मैंने अपने प्राचीन इतिहास का हवाला देते हुए सबों के साथ मैत्री रखने की बात कही. അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഇതുപോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒക്കെ സംസാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് എല്ലാ ആളുകളെയായിട്ടും മൈത്രി സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. ഇസ്കെ ബാദ് മേ ഘർ വാപ്പസ് ആക്കർ സോ ഗയ. അതിനുശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉറങ്ങി. സവേരെ ശബദ് കെ ബാദ് और फिर रात को भोज के बाद जितने लोग वहाँ थे सबों से मेरी मुलाकात कराई गई. രാവിലെ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഉണ്ടായിരുന്നല്ലോ, സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടും അവിടെയുള്ള എല്ലാ ആളുകളായിട്ടും അദ്ദേഹത്തിന് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനൊക്കെ ആളുകളുണ്ട് ആ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. യ പദ്ധതി ഏക് പ്രകാർ സെ തോ അച്ഛാ ഹെ. അപ്പോൾ ഇതൊരു തരത്തിൽ നല്ല കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സബ്സെ ജാൻ പെഹച്ചാൻ ഓർ മുലാഖാത്ത് ഹോ ജാത്തി ഹെ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാനും അറിയാനൊക്കെ പറ്റും. पर एक तरह से भद्दी भी कहीं मालूम पड़ती है. പക്ഷെ ചില സമയത്ത് അത് യൂസ്ലെസ് ആണെന്നുള്ള രീതിയിലും വരും. ബദ്ദി ഹോന എന്ന് വെച്ചാൽ അതാണ്. कायदा है कि प्रत्येक आदमी से मुलाकात करा दी जाए, इसलिए उन लोगों के साथ भी जो पुराने चिर परिचित मित्र है मुलाकात कराई जाती है. കായിദ എന്ന് വെച്ചാൽ അതാണ് നിയമം. നിയമം അനുസരിച്ചിട്ട് എല്ലാ വ്യക്തികളായിട്ടും പരിചയപ്പെടുത്തണം, സംസാരിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് പരിചയമുള്ള ആളുകളെ ആയിട്ടായാലും അപ്പോൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ജവഹർലാൽ ജി और वल्लभ भाई तथा बिहार के भाइयों और असेंबली के मित्रों के साथ भी मुलाकात कराई गई. അപ്പോൾ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അതുകൂടാതെ തന്നെ ബീഹാറിലെ കുറച്ച് നേതാക്കന്മാർ, അസംബ്ലിയിലെ മെമ്പേഴ്സ്, ഇവരൊക്കെ അദ്ദേഹത്തിന് ഓൾറെഡി അറിയാം. പക്ഷെ നിയമമായതുകൊണ്ട് അവരൊക്കെ വീണ്ടും മീറ്റ് ചെയ്ത് സംസാരിക്കേണ്ട അവസ്ഥയാണ്. ജോ മുലാഖാത്ത് കരാത്ത ഹെ വ സബ് ലോഗോं को जानता ही नहीं. ഇനി ഓരോ ആളുകളെയായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ ഇതിലെ മെജോറിറ്റി ആളുകളെയും പ്രോപ്പറായിട്ട് അറിയില്ല. പ്രത്യേക ഹാത്ത് കാർഡ് दिया रहता है जिसमें उसका नाम लिखा रहता है. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുള്ള ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. വഹി പഠിക്കർ വ നാം കെഹക്കർ മുലാഖാത്ത് കരാ ദേത്താ ഹെ. അപ്പം ഈ ലെറ്ററിൽ എഴുതിയിട്ടുള്ള പേര് വായിച്ചിട്ടാണ് കൂടെയുള്ള ആള് ഓപ്പോസിറ്റ് ഉള്ള ആളെ പരിചയപ്പെടുത്തുന്നത്. കഹി കഹി ബദ്ദി ഭൂൽ ബി ഹോ ജാത്തി ജോ ഏക് ആദ്മി കാ നാം ദൂസരെ കോ ദേക്കർ മുലാഖാത്ത് കരായി ജാത്തി ഹെ. അപ്പോൾ ചില സമയത്തൊക്കെ തെറ്റ് പറ്റിയിട്ട് പേര് തെറ്റി വേറെ ആളെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യും. इसमें काफ़ी समय लगा और सब लोगों के साथ मिलते मिलाते हाथ भी थक गए. അപ്പോൾ ഇതിലൊക്കെ കുറേ സമയമെടുക്കും. അങ്ങനെ ആളുകളെ മീറ്റ് ചെയ്ത് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് കൈ തന്നെ വയ്യാണ്ടായി. उसी तरह जुलूस में और उसके बाद फौज की सलामी के समय भी हाथ उठाए रखने के कारण बहुत थक गए थे. അതുപോലെ തന്നെ ഈ ഘോഷയാത്രയിലും അതുപോലെ തന്നെ
അതിനുശേഷം ഫൗജിന്റെ സലാമി ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ കൈ പൊക്കി നിന്നിട്ട് അദ്ദേഹത്തിന് കൈ വേദനിക്കുന്നുണ്ട്. ജോ സവേരെ തബിയത്ത് बिगड़ने का डर था वह झूठा साबित हुआ. शाम को तबीयत बहुत अच्छी हो गई और इस भीड़ के बावजूद ठीक रही. അപ്പോൾ രാവിലെ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് പനി വരുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് വലിയ പ്രശ്നമില്ലാതെ ഒതുങ്ങി തീർന്നു. ആൻഡ് ഷാം കോ തബിയത്ത് ബഹുത് അച്ചി ഹോ ഗയി. വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹം ഓക്കെയായി. ഓർ ഇസ് ഭീഡ് കെ ബാവജൂദ് ഠീക് രഹി. ഇത്രയും തിരക്കിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ടും അദ്ദേഹം ഓക്കെ ആയിരുന്നു. ആജ് യ ക്യാ കാ ക്യാ ഹുവ. ഭാരത് സ്വതന്ത്ര സർവശക്തി സമ്പന്ന പ്രജാതന്ത്രാത്മക് ഗണരാജ്യ ഹോ ഗയാ और मैं उसका पहला राष्ट्रपति. അപ്പം ഇന്ന് എന്തൊരു വ്യത്യാസമാണ്, വലിയൊരു വ്യത്യാസമാണ് വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാരത് സ്വതന്ത്ര സർവശക്തി സമ്പൻ. ഭാരതം സ്വതന്ത്രമായിട്ടുള്ള സർവശക്തി സമ്പന്നായിട്ടുള്ള പ്രജാതന്ത്രാത്മക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗണരാജ്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് അതിലെ ആദ്യത്തെ രാഷ്ട്രപതി ഞാനാണ്. ഈശ്വർ ने बड़ी जिम्मेदारी सर पर डाली वही निभाएगा. पहले की बातें किसी दिन जब उतनी घटनाओं का जिक्र नहीं करना रहेगा लिखूंगा. राजा जी से चलने के समय ही जो मुलाकात हुई तो उन्होंने कहा कि अब विदा ले लूं. പിന്നീട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ എൻ്റെ തലയിൽ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അത് നടപ്പിലാക്കാനും ആ റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് നിർവഹിക്കാനും എന്നെ സഹായിക്കും എന്നാണ് പറയുന്നത്. പെഹലെ കി ബാത്തെ കിസി ദിൻ ജബ് ഉത്തനി ഘട്നാओं का जिक्र नहीं करना होगा लिखूंगा. അപ്പം കുറച്ച് മുന്നത്തെ കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്, അത് അധികം സംഭവ ബഹുലല്ലാത്തൊരു ദിവസം ഞാൻ എഴുതാമെന്ന് പറയാണ്. രാജാജി സെ ചലനെ കെ സമയ ഹി ജോ മുലാഖാത്ത് ഹുയി. രാജാജി പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. तो उन्होंने कहा कि अब विदा ले लूं. അപ്പോൾ അദ്ദേഹം പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. मैंने कहा अभी नहीं मैं कल फिर मिलूंगा और मुझे आपका आशीर्वाद चाहिए. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തന്നെ ബായ് എന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് പറ്റില്ല, ഞാൻ താങ്കളെ വീണ്ടും മീറ്റ് ചെയ്യും, അപ്പോൾ എനിക്ക് ബ്ലെസ്സിങ്സ് തരണം എന്ന് പറയാണ്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാണ്. ഉൻഹോനെ കഹാ വ തോ തുംകോ മാനെ ബിനാ മാംഗി ഹി സവേരെ ദേ ദിയാ ഥാ. അപ്പം രാജാജി പറയാണ് അത് താങ്കൾ ചോദിക്കാതെ തന്നെ ഞാൻ രാവിലെ താങ്കൾക്ക് തന്നല്ലോ. ഓർ വ ഹമേഷ മിൽത്താ രഹേഗ. അത് എൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സവേരെ 9 ബജെ വേ ജായെങ്കെ. അപ്പോൾ രാവിലെ 9 മണിക്ക് അദ്ദേഹം പോവും. मैं उनको पहुंचाने जाऊंगा और हवाई अड्डे पर से विदा करूंगा. അങ്ങനെ അദ്ദേഹത്തെ എയർപോർട്ടിന്റെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവും. എന്നിട്ട് അവിടുന്ന് അദ്ദേഹത്തിന് പറഞ്ഞു വിടാണ്, ബായിക്ക് പറഞ്ഞ് അവിടുന്ന് വിടാണ്. यहाँ मैं 4:30 बजे सवेरे को लिख रहा हूँ. हजारों बधाई के तारों का गट्टर सामने रखा है. अब उनको जरा उलट कर देख लो. അപ്പം അദ്ദേഹം ഇനി 27-നാണ് അടുത്തത് എഴുതുന്നത്. രാവിലെ 4:30 എഴുന്നേക്കാണ്. അപ്പോഴാണ് ഇത് എഴുതുന്നത്. ഒരുപാട് കൺഗ്രാജുലേറ്ററി ഫാക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊക്കെ വായിച്ചു നോക്കണം അദ്ദേഹത്തിന്. इस समय सबसे बड़ी चिंता की बात अमेरिका का पाकिस्तान को हथियारों की मदद करने की है. ഇനി ഇപ്പം ഇന്ത്യ റിപ്പബ്ലിക്കായി ഇൻഡിപെൻഡൻ്റ് ആയി അതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക പാകിസ്ഥാനിന് ഹത്തിയാറോ കി മദദ് കറാ എന്ന് വെച്ചാൽ വെപ്പൻസ് കൊടുത്ത് സഹായിക്കുകയാണ്. യദ്യപി അഭി തക് നിശ്ചയ നഹി ഹുവാ ഹെ. പക്ഷെ അതിപ്പോഴും കൺഫേം ആയിട്ടില്ല. पर इसमें शक नहीं है कि यह होने वाला ही है. പക്ഷെ ഇത് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. शक എന്ന് വെച്ചാൽ സംശയം. अभी तक तो हमारे प्रधानमंत्री ने लोगों को चेतावनी दी है कि यह एक बड़ा खतरा केवल भारत के लिए ही नहीं सारे एशिया के लिए और विशेष करके पूर्व मध्य और दक्षिण पूर्व एशिया के लिए है. और कई मध्य पूर्व और पूर्व दक्षिण के लोगों ने भी चिंता प्रकट की है. पर मालूम होता है कि यह जाल टर्की से लेकर के फिलीपीन और जापान तक फैलाया जा रहा है. അപ്പം ഇങ്ങനെ വെപ്പൻസ് സപ്ലൈ ചെയ്യപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ മെയിൻലി അത് ദക്ഷിൺ പൂർവ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് തുടങ്ങി മധ്യപൂർവ്വ മിഡിൽ ഈസ്റ്റ് എന്നിട്ട് അവിടുന്ന് വീണ്ടും സദേൺ പാർട്സിലേക്ക് സ്പ്രെഡ് ചെയ്തേക്കാണ്. അപ്പം ഏഷ്യയിലാണ് കൂടുതലും ഈ ത്രെറ്റ് ഉള്ളതെന്നാണ് പറയുന്നത് അറ്റാക്കിൻ്റെ. പിന്നീടാണ് മനസ്സിലായത് ഇത് ടർക്കി മുതൽ
ഫിലിപ്പീൻ और ജപ്പാൻ तक फैलाया जा रहा है. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിനെ മാത്രമല്ല, ടർക്കി തൊട്ട് ഫിലിപ്പീൻസ് ഉൾപ്പെടെ ജപ്പാൻ വരെ അത് ഒരു ത്രെറ്റായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ടർക്കി तो इसमें है ही, अब ईरान पर जोर दिया जा रहा है. അപ്പോൾ ടർക്കി ഇതിൽപ്പെട്ട ഒരു രാജ്യം തന്നെയാണ്. ഇപ്പം ഇറാനെയും ഇപ്പം നിർബന്ധിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. പാകിസ്ഥാൻ तो राजी है और उसे പ്രലോഭൻ देने की जरूरत नहीं है. പാകിസ്ഥാൻ എപ്പോഴും റെഡി ആയിട്ട് നിൽക്കുകയാണ്, അവരെ ഇനി പ്രലോഭിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഫ്ഗാനിസ്ഥാൻ ഡരാ ഹുവാ ഹെ, അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളൊക്കെ പേടിച്ചിരിക്കുകയാണ്. अरब देश अभी स्पष्ट रीति से इसमें नहीं आए हैं, पर मालूम नहीं वह कब तक इस दबाव को सहन कर सकेंगे. അറബ് രാജ്യങ്ങളൊന്നും ഇപ്പം ഇതിൽ വന്നിട്ടില്ല, പക്ഷെ എത്ര നാള് അവർ ഈ പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. इस तरह सारा मध्य पूर्व इसमें जल्द ही आ जाएगा. ഇപ്പം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഈ ഒരു ലിസ്റ്റിൽ പെട്ടെന്ന് തന്നെ വരും. और मुझे संदेह है कि आज जो विरोध कुछ सुना जा रहा है वह टिकाऊ होगा, क्योंकि वह सभी देश पैसों की ज़रूरत महसूस कर रहे हैं जो उन्हें मिलेगा. അപ്പോൾ ഇപ്പോൾ ചിലരൊക്കെ ഇതിന് എതിരെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് സംശയമാണെന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറയുന്നത്. क्योंकि वह सभी देश पैसों की ज़रूरत महसूस कर रहा है. അപ്പം അത്രയും ആ രാജ്യങ്ങൾക്കൊക്കെ പൈസയ്ക്ക് അത്രയ്ക്കും അത്യാവശ്യമുണ്ട്. അപ്പോൾ അവർ എത്ര നാൾ ഇതിനെ എതിർക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. नियम पूर्वक थोड़ा भी काम प्रतिदिन किया जाए तो उसका फल साल के अंत में काफ़ी बड़ा देखने में आता है. ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രോപ്പറായ രീതിയിൽ ഓരോ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനം അതിന്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. യദി ആധാ ഘണ്ട ബി रोजाना चरखा चलाया जाए तो कम से कम 20 गज कपड़े के लिए सूत तैयार किया जा सकता है. और इसी तरह 2-4 पंक्तियां भी रोज लिखी जाए अथवा एक श्लोक भी मुखस्त किया जाए तो काफी प्रगति दिखेगी. रसरी आवत जात से സിൽ പർ പരത്ത് നിഷാൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓരോ ദിവസവും കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ പറയുന്നത്. അപ്പോൾ ചർക്ക കുറച്ച് സമയം ഒരു ദിവസം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എത്രയോ ക്ലോത്ത്സ് ഉണ്ടാക്കാനുള്ള നൂല് കിട്ടും. അതുപോലെ തന്നെ ചെറിയ വരികൾ 2-4 വരികൾ ഒരു ദിവസം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര നല്ല ശ്ലോകമോ പോയോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഗാന്ധിജി റാഞ്ചി സെ ബേത്തിയ ആ ഗയെ. वहाँ हमने देखा कि जहाँ पोस्टकार्ड से काम चल सकता था वहाँ वह लिफाफे में पत्र नहीं भेजते थे. ഗാന്ധിജി റാഞ്ചിയിൽ നിന്ന് ബേത്തിയയിലേക്ക് വന്നു. വഹാ ഹംനെ ദേഖാ കി, അവിടെ വെച്ചിട്ടാണ് ഇവർ കണ്ടത് ജഹാ പോസ്റ്റ് കാർഡ് സെ കാം ചൽ സക്താ ഥാ, എവിടെയാണോ പോസ്റ്റ് കാർഡ് കൊണ്ട് കാര്യം നടക്കുന്നത് വഹാ വ ലിഫാഫെ മേ പത്ര നെഹി ഭേജ്തേ ഥേ, അത്തരം സ്ഥലങ്ങളിൽ അദ്ദേഹം എൻവലപ്പിൽ ലെറ്റർ അയക്കില്ലായിരുന്നു. കാഗസ് കെ ഛോട്ടെ ടുക്കടെ കോ ഭി ബർബാദ് നെഹി ഹോനെ ദേത്തെ ഥേ. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ഒരു പേപ്പറിന്റെ ചെറിയ പീസ് പോലും വേസ്റ്റ് ആക്കാറില്ലായിരുന്നു. ഉനക്കെ ബഹുതേരെ महत्वपूर्ण लेख और कांग्रेस तथा दूसरी संस्थाओं के बहुत से प्रस्ताव ऐसे ही कागज के टुकड़ों पर लिखे गए थे जिसको मामूली तौर से लोग रद्दी की टोकरी में फेंक दिया करते हैं. അപ്പോൾ സാധാരണയിൽ ആളുകൾ റദ്ദിക്ക് ടോക്കറി എന്ന് വെച്ചാൽ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങളിൽ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കളയുന്ന രീതിയിലുള്ള ചെറിയ പേപ്പർ കഷ്ണത്തിലാണ് ഗാന്ധിജി പല ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അത്രയും പോലും കാര്യങ്ങൾ വേസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ലിഫാഫു കെ അന്തർ വ और तारों के पुष्ट का सादा हिस्सा तथा दूसरे एक पीठ लिखे कागज का खाली हिस्सा वह उन्हीं दिनों के अंत तक बराबर लिखने के काम में लाते रहे. हमें सीखने को मिला कि सार्वजनिक कामों में पैसे के खर्च के संबंध में कितनी सावधानी से काम लेना चाहिए. അപ്പം ഗാന്ധിജി ആണെങ്കിൽ എന്തെങ്കിലും എഴുതി കൊണ്ടുവന്ന ലെറ്ററോ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു പേപ്പറിന്റെ ഒരു ഭാഗത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ വെച്ചെങ്കിൽ അത് തിരിച്ചിട്ട് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന് തന്നെ ഫാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം എല്ലാം എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് മനസ്സിലായത്
മനസ്സിലായത് സാർവജനിക് കാമോ മേ पैसे के खर्च के संबंध में कितनी സാവധാനി സെ കാം ലേന ചാഹിയെ. അപ്പം സാർവജനിക് എന്ന് വെച്ചാൽ എന്താണ്, പബ്ലിക് ആയിട്ടുള്ള, അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പൈസ എത്രത്തോളം സൂക്ഷിച്ച് ചെലവാക്കണമെന്ന് ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. മേരെ ജയിൽ ജാനെ पर मैंने देखा कि बहुतेरे भाइयों के पास चिट्ठी लुक छिपकर आती थी, मैंने इस तरह से कभी कोई चिट्ठी नहीं लिखी. അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജയിലിലായിരുന്ന സമയത്താണ് മനസ്സിലായത് കുറേ ആളുകൾക്ക് അവിടെ അങ്ങനെ ഒളിച്ചും പാത്തൊക്കെ ലെറ്റർ കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇതുവരെ ആർക്കും അങ്ങനെ ലെറ്റർ എഴുതിയിട്ടില്ല. മുझे नहीं मालूम था कि पुस्तकों के संबंध में भी ऐसा कड़ा नियम है. അപ്പം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പുസ്തകങ്ങളുടെ കാര്യത്തിൽ അങ്ങനത്തെ സ്ട്രിക്റ്റ് ആയ നിയമങ്ങളുണ്ടെന്ന്. मैंने जेलर से कुछ पुस्तकें मंगवाई और उसने लाकर मेरे पास रख दी. അപ്പം ജയിലറിന്റെ അടുത്ത് അദ്ദേഹം കുറച്ച് ബുക്സ് ചോദിച്ചു. ആ ബുക്സ് എല്ലാം ജയിലർ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. एक दिन खबर मिली कि जेल में सबसे बड़ा अफसर आ गया है. जेलर ने कहा पुस्तकों को मैं अपने पास ले जाकर रखूंगा और IG के चले जाने पर फिर पहुंचा दूंगा. അപ്പം ഒരു ദിവസം ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടി ജയിലിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജയിലർ പറഞ്ഞു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അടുത്തിരിക്കുന്ന ബുക്കൊക്കെ എനിക്ക് തിരിച്ചു തരൂ, ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാം, എന്നിട്ട് IG പോയതിനു ശേഷം തിരിച്ചു കൊണ്ടുതരാമെന്ന്. മേരെ ദിൽ മേ ശക് ഹുവ, मैंने पूछा क्या ये नियमित रूप से नहीं आई है. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇത് നിയമപരമായ രീതിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന്. ജയിലർ ने कहा कि आप लोगों की मदद के लिए कुछ अनियमित काम करना, झूठ बोलना तक एक प्रकार का पुण्य का काम समझता हूँ. അപ്പം ഈ ജയിലർ പറയാണ് താങ്കളെപ്പോലുള്ള വ്യക്തികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും താങ്കളെ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടും ഞാൻ പലപ്പോഴും നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ താങ്കളെ സഹായിക്കുക എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള പുണ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന്. मैंने पुस्तकें वापस कर दी और उनको फिर बेचने की मनाही भी कर दी. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം ആ ബുക്സ് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇനി ഇതെനിക്ക് തിരിച്ചു തരണ്ട എന്ന്. मैं समझता हूँ कि मनुष्य को मानना चाहिए कि यदि किसी बुरे काम के करने की इच्छा होती है तो इच्छा होने ही मात्र से वह पाप हो जाता है. അപ്പം അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു ആഗ്രഹം വരുമ്പോൾ ആ ആഗ്രഹം തന്നെ ഒരു പാപമാണ് എന്നാണ്. കം സെ കം കുച്ച് അൻഷ് മേ തോ അവശ്യ ഹോ ജാതാ ഹൈ, पर पुण्य की इच्छा जब तक वह पुण्य कार्य पूरा नहीं किया जाता नहीं हो सकता है. അപ്പം അദ്ദേഹം പറയുന്നത് തിന്മ അങ്ങനെയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷെ പുണ്യം ചെയ്യാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ മാത്രം പോരാ, ആ കാര്യം മുഴുവനായിട്ടും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതൊരു പുണ്യമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നുള്ളൂ. इसका कारण मैं मानता हूँ कि जब तक इच्छा न हो तब तक कोई मनुष्य कोई पाप नहीं कर सकता और वह इच्छा जितनी बलवती होती है उतनी ही शीघ्रता और उत्साहपूर्वक वह काम किया जा सकता है. അപ്പോൾ അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം ഇല്ലാണ്ട് ഒരു തരം പാപവും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ ആഗ്രഹം എത്ര സ്ട്രോങ് ആണോ അത്രയും സ്പീഡിൽ അത്രയും ഉത്സാഹത്തോടു കൂടിയിട്ട് ആ കാര്യം ഒരാൾ ചെയ്യും, ആരായാലും ചെയ്യുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. इसलिए पाप से डरने के लिए उतनी इच्छा ही नहीं आने देनी चाहिए और पुण्य करने की प्रवृत्ति को प्रोत्साहन देने के लिए उतनी इच्छा होनी चाहिए और इसे बलवती होते जाना चाहिए. അപ്പം അദ്ദേഹം പറയുന്നത് പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹം പോലും മനസ്സിൽ വരാൻ പാടില്ല, പക്ഷെ ഒരു പുണ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ആഗ്രഹം തോന്നുന്നു അതിനെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്ന്. इस तरह पाप से बचना और पुण्य में प्रवृत्त होने के लिए यह भावना सहायक होगी और इसे पैदा करना चाहिए. അപ്പോൾ ഈ ഒരു ശീലം വളർത്തിയെടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. हमारी संतान के लिए मस्तिष्क की स्फूर्ति को बढ़ाने का उपाय मातृभाषा के अध्ययन से बढ़कर दूसरा नहीं है. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതൃഭാഷ പഠിപ്പിക്കുക എന്നതിലും വലിയ ഒരു വേറെ മാർഗ്ഗമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. यह भाषा हृदय को उत्तेजित करती है, मन को दृढ़ बनाती है, आत्मा को शुद्ध रखती है. അപ്പോൾ ഈ ഭാഷ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു, മനസ്സിനെ ദൃഢാക്കുന്നു, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. यदि हमको किसी बात से कष्ट होता है तो हमें मानना ही पड़ेगा कि दूसरों के साथ भी अगर यही बर्ताव किया जाए तो वे भी उसी कष्ट का अनुभव करेंगे.
यदि हमको किसी बात से कष्ट होता है, നമുക്ക് ഏതെങ്കിലും പെരുമാറ്റത്തിൽ നിന്ന് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ तो हमें मानना ही पड़ेगा कि दूसरों के साथ भी अगर यही बर्ताव किया जाए. അപ്പം നമ്മൾ സമ്മതിക്കുക തന്നെ വേണം വേറൊരാളുടെ അടുത്തും ഈ ഒരു ബർത്താവ് എന്ന് വെച്ചാൽ ബിഹേവിയർ ആണ്, ഈ ഒരു പെരുമാറ്റം നമ്മൾ ചെയ്യുകയാണെങ്കിൽ तो वो भी उसी कष्ट को अनुभव करेंगे. മറ്റൊരാൾ ഇത് തന്നെയാണ് അനുഭവിക്കുക നമ്മൾ മനസ്സിലാക്കണം. इसलिए कोई ऐसा काम जिसमें हमें मानसिक या शारीरिक कष्ट पहुंचता है हम दूसरों के लिए भी ना करें. അതുകൊണ്ട് തന്നെ നമ്മളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോടും ചെയ്യാതിരിക്കുക. അഹിംസ का यह मूल मंत्र है. അപ്പോൾ ഇതാണ് അഹിംസയുടെ ഫണ്ടമെന്റൽ ബേസിസ് എന്ന് പറയുന്നത്. हमारे ऋषियों ने हमें सुख से वंचित नहीं किया मगर सुख को शारीरिक सुख को ऊंचा स्थान भी नहीं दिया. അപ്പോൾ നമ്മുടെ ഋഷിമാര് അവര് നമ്മളെ സുഖത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചിട്ടില്ല, സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. വഞ്ചിത് കർണാന്ന് വെച്ചാൽ അങ്ങനെയാണ്, സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ സുഖത്തിന് അല്ലെങ്കിൽ ശാരീരിക സുഖത്തിനല്ല അവർ ഏറ്റവും ഉയർന്ന സ്ഥാനം കൊടുത്തിട്ടുള്ളത്. जो मनुष्य अपनी ज़रूरतों को बेहद बढ़ाता जाता है वह अपने ऊपर बंधनों की कड़ियाँ और मजबूत कसता जाता है. जो मनुष्य अपनी ज़रूरतों को, ഏത് മനുഷ്യരാണോ അവരുടെ ആവശ്യങ്ങളെ ബേഹദ് ബഡാത്ത ജാത്ത ഹെ, ആവശ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വ അപ്നെ ഊപ്പർ ബന്ധനോ കി കടിയ ഓർ മസ്ബൂത്ത് കസ്ത ജാത്ത ഹെ. അങ്ങനെയുള്ള ആളുകൾ അവരുടെ തന്നെ മുകളിലുള്ള ബന്ധനങ്ങളുടെ വിലങ്ങുകൾ അത് സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മസ്ബൂത്ത് എന്ന് വെച്ചാൽ എന്താ, സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി സ്വതന്ത്രത കെ ലിയെ അപ്നി ജറൂറത്തോ കോ കം കർണ ചാഹിയെ. അപ്പോൾ ആക്ച്വലി ഫ്രീഡം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ കുറയ്ക്കുകയാണ് വേണ്ടത്. യദി ഹമാരാ സാധൻ ठीक नहीं है तो हमारा साध्य भी ठीक नहीं उतरेगा. हमें दो हाथ लेने के लिए नहीं देने के लिए भी मिले हैं. हम आपस में मिलजुल कर रहें, सिर्फ अपने ही लोगों से नहीं बल्कि मनुष्य मात्र से प्रेम का बर्ताव करें. അപ്പം നമ്മൾ റിസീവ് ചെയ്യുക മാത്രമല്ല നമ്മൾ കൊടുക്കാൻ കൂടി വേണം. നമുക്ക് രണ്ട് കൈകൾ കൈ നീട്ടി വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല കൊടുക്കാനും കൂടിയാണ് തന്നിട്ടുള്ളത്. ഹം ആപ്പസ് മേ മിൽ ജുൽ കർ രഹേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്തൊക്കെയാണ് ജീവിക്കേണ്ടത്. സിർഫ് അപ്നെ ഹി ലോഗോ സെ നഹി ബൽക്കി മനുഷ്യ മാത്ര സെ പ്രേം കാ ബർത്താവ് കരെ. സ്വന്തം ആളുകളോട് മാത്രമല്ല എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. बिहार सूबे को कुछ दूसरे सूबों के लोग गांधी जी का अन्य भक्त कहा करते थे. बात भी ठीक भी, क्योंकि बिहार के लोगों का विश्वास अनुभव का फल था. उन लोगों ने गांधी जी के कार्यक्रम का लाभ उठाया था. जो बात अनहोनी समझी जाती थी उसकी अपनी आंखों के सामने होते देखा था. मेरा विश्वास है यदि सारा देश वैसा ही अंधभक्त हो जाता तो आज देश और भी ऊंचा उठ गया होता. बिहार सूबे को कुछ दूसरे सूबों के लोग गांधी जी का अन्यനാവില്ല, അന്ധഭക്ത് എന്നാണ് വരാന്നാണ് എനിക്ക് തോന്നുന്നത്. കഹാ കർത്തേ ഥേ. ബീഹാറിലെ കുറച്ച് പ്രൊവിൻസിലെ ആളുകളെ മറ്റ് പ്രൊവിൻസസിലെ ആളുകളെ ഗാന്ധിജിയുടെ അന്ധഭക്തരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. बात भी ठीक है क्योंकि बिहार के लोगों का विश्वास अनुभव का फल था. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് ശരിയാണ്, ഗാന്ധിജിയുടെ അന്ധഭക്തെന്ന് അവരെ വിശേഷിപ്പിച്ചുകൊണ്ട് തെറ്റില്ല എന്ന്. കാരണം ബീഹാറിലെ ആളുകൾ അവരുടെ വിശ്വാസം സത്യമാവുന്നത് കണ്ണിന്റെ മുന്നിൽ കണ്ടവരാണ്. ഉൻ ലോഗോനെ ഗാന്ധിജിക്ക് കാര്യക്രം കാ ലാഭ് ഉഠായാ ഥാ. ഗാന്ധിജി ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അവർക്കാണ് ബെനിഫിറ്റ് കിട്ടിയത്. ജോ ബാത് അൻഹോനി സംജി ജാതി ഥി, ഏതൊരു കാര്യമാണോ അസംഭവ്യാണ് നടക്കുക ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നത്, ഉസ്കി അപ്നി ആഖോं के सामने होते देखा था. അപ്പം അത് അവരുടെ കൺമുന്നിൽ നടക്കുന്നതായിട്ട് അവർ കണ്ടു. മേരാ വിശ്വാസ് ഹെ യദി സാരാ ദേശ് വൈസാ ഹി അന്ധഭക്ത് ഹോ ജാതാ തോ ആജ് ദേശ് ഓർ ബി ഊംച ഉഠ് ഗയാ ഹോതാ. അദ്ദേഹം വിശ്വസിക്കുന്നത് അന്ന് ആ ബീഹാറിലെ കുറച്ച് പ്രൊവിൻസസ് മാത്രമല്ല, സൂബ എന്ന് പറഞ്ഞ പ്രൊവിൻസസ് ആണ്, ആ പ്രൊവിൻസസ് മാത്രമല്ല ദേശത്തിലെ മറ്റു ചില സ്ഥലങ്ങളും കൂടി ഇതുപോലെ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്നെങ്കിൽ ചിലപ്പം രാജ്യം ഇതിലും കൂടുതൽ ഉയർന്നേനെ എന്നാണ്. मैं उसको सन 1898
से ही स्वदेशी का इस्तेमाल करता आ रहा था, क्योंकि मेरे बड़े भाई बाबू महेंद्र प्रसाद जब प्रयाग में पढ़ने गए तो वहाँ उन्होंने स्वदेशी वस्त्र का इस्तेमाल शुरू किया और उनकी देखा देखी हमने भी दूसरी चीज़ें भी स्वदेशी मिल जाती थी तो हम स्वदेशी ही लेते, और अगर ऐसी कोई चीज़ होती जो स्वदेशी ना मिलती तो उसका इस्तेमाल ही ഭർസക് ചോड़ देते. ഭർസക് എന്ന് വെച്ചാൽ ആസ് മച്ച് ആസ് പോസിബിൾ എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നത് 1898 തൊട്ട് അദ്ദേഹം സ്വദേശി സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള മഹേന്ദ്ര പ്രസാദ് പ്രയാഗിൽ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് സ്വദേശി വസ്ത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സ്വദേശി വസ്ത്രം മാത്രമല്ല മറ്റ് പല സാധനങ്ങളും നമ്മുടെ ദേശത്തിൽ തന്നെ ഉണ്ടാക്കിയത് കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒക്കെ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനിയിപ്പം ചില സാധനങ്ങൾ സ്വദേശിയിൽ ഉണ്ടാക്കിയത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അത് വാങ്ങിക്കുന്നത് ഉപയോഗിക്കുന്നത് മാക്സിമം കുറയ്ക്കുന്നതാണ് പറയുന്നത്. മേരി യ ബച്പൻ കി ആദത് ഏക് പ്രകാർ സെ ആജ് തക് ചലി ആ രഹി ഹെ. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള ഒരു ശീലമാണ്, അത് ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. मैं जब तक पढ़ता रहा किसी परीक्षा में मैंने विदेशी कलम या विदेशी निब का इस्तेमाल नहीं किया. सभी परीक्षाएं देशी निब के द्वारा ही, चाहे वह कितना भी खराब क्यों न हो, पास की. जब से गांधी जी ने खादी चलाई तब से ഖാദി കെ സിവ ദൂസറ ദേശി കപ്പട നെഹി ലായ. അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്രയോ എക്സാം എഴുതിയിട്ടുണ്ട്, ഇത്രയോ എക്സാംസിൽ ഒരിക്കൽ പോലും വിദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കലം പെന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല. നാട്ടിൽ കിട്ടുന്ന ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പെന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ഗാന്ധിജി ഖാദിയുടെ ആന്തോളൻ കൊണ്ടുവന്നപ്പോഴും തബ്സെ ഖാദി കെ സിവ ദൂസറ ദേശി കപ്പട നെഹി ലിയ. അപ്പം ഖാദി അല്ലാതെ വേറെ ഒരു ക്ലോത്തും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. चंपारण में रहते रहते गांधी जी ने दक्षिण भारत में हिंदी प्रचार के काम का सूत्रपात किया. ചമ്പാരനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗാന്ധിജി ഹിന്ദി പ്രചരിപ്പിക്കാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുത്തു. സൂത്രപാത് എന്ന് വെച്ചാൽ ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളതാണ്. മേര സംബന്ധ് ഹിന്ദി സാഹിത്യ സമ്മേളൻ के साथ पहले अधिवेशन से ही था जो काशी में महामना मालवीय जी के अध्यक्षता में 1910 में हुआ था. അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഹിന്ദി സാഹിത്യ സമ്മേളനമായിട്ട് മുന്നേ ബന്ധമുണ്ടായിരുന്നു. ജോ കാശി മേ മഹാമന മാൽവീയ ജി की अध्यक्षता में 1910 में हुआ था. 1910 നടന്നിട്ടുണ്ടായിരുന്ന ഒരു സമ്മേളനം ഉണ്ട് മഹാമന മാൽവീയ ജിയുടെ അധ്യക്ഷതയിൽ. അന്ന് മുതലേ അദ്ദേഹത്തിന് ഈ സമ്മേളനങ്ങളായിട്ട് ബന്ധമുണ്ട്. मैं उस प्रथम सम्मेलन में सम्मिलित हुआ था. जहाँ तक स्मरण है वहीं पर पहले पहल श्री പുരുഷോത്തം ദാസ് ടണ്ടൻ കോ ദേഖാ ഥ. അപ്പം അന്ന് നടന്ന ആ സമ്മേളനം തൊട്ടേ ഇത്തരം സമ്മേളനങ്ങളിൽ അദ്ദേഹം ഭാഗമാവാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ വഹി പർ പെഹലെ പെഹൽ ശ്രീ പുരുഷോത്തം ദാസ് ടണ്ടൻ കോ ദേഖാ ഥ. അപ്പൊ അവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ശ്രീ പുരുഷോത്തം ദാസ് ടണ്ടനെ കണ്ടത്. शायद कुछ परिचय भी उनसे हो गया था, पर विशेष परिचय सम्मेलन के कलकत्ता वाले दूसरे अधिवेशन में हुआ जिसकी സ്വാഗത്കാരിണി സമിതി मैं मंत्री था. പിന്നീട് അദ്ദേഹം കൂടുതലായിട്ട് ഈ പുരുഷോത്തം ദാസ് ടണ്ടനെ പരിചയപ്പെടാനായിട്ട് ഉണ്ടായ സാഹചര്യമാണ് പിന്നീട് പറയുന്നത്. കൊൽക്കത്തയിൽ പിന്നീട് അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമ്മേളനത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദും. അങ്ങനെയാണ് പിന്നീട് ഈ വ്യക്തിനെ വീണ്ടും മീറ്റ് ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടായത്. दक्षिण भारत में गांधी के हिंदी प्रचार कार्य ने मेरी आंखों के सामने हिंदी के लिए बहुत बड़ा क्षेत्र खोल दिया. मैं उसके एक दिन सारे भारत की राजकीय भाषा हो जाने के स्वप्न देखने लगा. അപ്പോൾ ദക്ഷിൺ ഭാരത് എന്ന് പറഞ്ഞാൽ സദേൺ പാർട്സ് ഓഫ് ഇന്ത്യ, അവിടെ ഗാന്ധിക്ക് ഹിന്ദി പ്രചാർ കാര്യനെ, അവിടെ ഗാന്ധിജി നടത്തിയ ഈ ഹിന്ദിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആക്ടിവിറ്റീസ് മേരി ആഖോं के सामने हिंदी के लिए बहुत बड़ा ക്ഷേത്ര ഖോൽ ദിയ. ആ ഒരു കാര്യം കണ്ടപ്പോൾ ഹിന്ദിയിൽ നിന്നും
ഉണ്ടാവാൻ സാധ്യതയുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ വരാനായിട്ട് തുടങ്ങി. मैं उसके एक दिन सारे भारत की राजकीय भाषा हो जाने के स्वप्न देखने लगा. ഹിന്ദി രാഷ്ട്രഭാഷ ആവുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ദിനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആജ്കൽ मैं ആചാര്യ വിനോബ के ग्रंथों को पढ़ रहा हूँ. ഇപ്പൊ ഞാൻ ആചാര്യ വിനോബയുടെ ഗ്രന്ഥങ്ങളാണ് വായിക്കുന്നത്. पहले गीता पर प्रवचन पढ़ा, अब സ്ഥിത പ്രജ്ഞയ്ക്ക് ലക്ഷൺ പഠ് രഹാ ഹും. ആദ്യം ഗീതയെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം വായിച്ചത്. പിന്നീട് ഇപ്പം സ്ഥിതപ്രജ്ഞ എന്ന് വെച്ചാൽ സ്റ്റേറ്റസ് എക്സ്പേർട്ട്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്നത്. ഉൻസെ ഉൻകെ പ്രഗാഢ പാണ്ഡിത്യ और गहरे अध्ययन का तो पता चलता ही है, पर उससे अधिक यह स्पष्ट हो जाता है कि आध्यात्मिक विषयों में विद्वत्ता से अधिक अनुभव और साधना आवश्यक है. അങ്ങനെ ഈ ബുക്സ് അദ്ദേഹത്തിന്റെ ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അതിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അതിലും അധികം സ്പഷ്ടമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധ്യാത്മിക വിഷയങ്ങളിലുള്ള അറിവിനേക്കാളും കൂടുതൽ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ സാധന പ്രാക്ടീസിൽ നിന്നുള്ള അറിവാണ് നമുക്ക് ആവശ്യം എന്നാണ്. ഹം ലോഗ് പഠ് ലേത്തെ ഹെ പർ ജോ പഠ്ത്തെ ഹെ ഉസ് പർ ചിന്തൻ ഹി ബഹുത് കം കർത്തെ ഹെ. അപ്പം നമ്മളത് വായിക്കും, കാര്യങ്ങളൊക്കെ വായിച്ച കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. ഉൻക അനുഭവ് അപ്നി സാധന ദ്വാര പ്രാപ്ത് കർനെ കാ പ്രയത്ന തോ ഓർ ദൂർ കി ബാത് ഹെ. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവത്തിൽ നിന്നും പ്രാക്ടീസിൽ നിന്നും ഈ വായിച്ച കാര്യങ്ങളെ കോറിലേറ്റ് ചെയ്തിട്ട് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കുച്ച് ദിൻ പഹലെ मैंने ഡോക്ടർ രാധാകൃഷ്ണ കാ അംഗ്രേസി മേ ഗീത കാ അനുവാദ് പഠാ था. അപ്പം കുറച്ചു ദിവസം മുൻപ് അദ്ദേഹം ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഗീതയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അനുവാദ് കെ സാത്ത് സാത്ത് ഉन्होंने टिप्पणियां दी और पाश्चात्य के विद्वानों, दार्शनिकों और संतों की वाणियों में से സമാനാർത്ഥക് ഉദാഹരണം ദിയേ ഹെ. അപ്പോൾ ആ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തത് കൂടാതെ തന്നെ സൈഡിൽ ചെറിയ കുറിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെസ്റ്റേണേഴ്സ് ആയിട്ടുള്ള ഫോറിനേഴ്സ് ആയിട്ടുള്ള സ്കോളേഴ്സ്, ഫിലോസഫേഴ്സ്, അങ്ങനത്തെ ആളുകൾ എഴുതിയിട്ടുള്ള സമാന അർത്ഥമുള്ള കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ആജ്കൽ ഉൻകെ നവ് ലിഖിത് ഉപനിഷദോ കെ അനുവാദ് ഓർ ടിപ്പണിയോ കോ പഠ് രഹാ ഹും. അപ്പം അദ്ദേഹം പുതിയതായിട്ട് എഴുതിയിട്ടുള്ള ഉപനിഷത്തിന്റെ ട്രാൻസ്ലേഷനൊക്കെയാണ് ഇപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വായിക്കുന്നത് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. ഇസ്മേ ബി ഉസി തരഹ കെ വിദ്വത്താപൂർണ്ണ ഉദാഹരൺ ഹെ. അപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഉദാഹരണങ്ങൾ ഈ ബുക്കിലുണ്ട്. ഇസി തരഹ സന്ത് विनोबाजी का गीता पर प्रवचन मैंने कुछ पहले पढ़ा और हाल में स्थितप्रज्ञ के दर्शन नामक दूसरे अध्याय के स्थितप्रज्ञ के लक्षण संबंधी श्लोकों की व्याख्या पढ़ी. അതുപോലെ തന്നെ വിനോബാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിന്റ് ഉണ്ട്. അദ്ദേഹം എഴുതിയിട്ടുള്ള ഗീതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ സ്ഥിതപ്രജ്ഞയ്ക്ക് ദർശൻ നാമക്, സ്ഥിതപ്രജ്ഞയ്ക്ക് ദർശൻ എന്ന് പറഞ്ഞ വേറൊരു അധ്യായം കൂടി ഉണ്ട്. അതിലെ സ്ഥിതപ്രജ്ഞയ്ക്ക് ലക്ഷൺ സംബന്ധി, സ്ഥിതപ്രജ്ഞയ്ക്ക് ലക്ഷണമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ശ്ലോകങ്ങളുടെ വ്യാഖ്യമൊക്കെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. दोनों लेखकों के लिखने बोलने की शैली तो विलक्षण है ही, पर मुझे एक विशेषता मिली. एक में विद्वत्ता भरी है और दूसरे में साधना द्वारा उपार्जित अनुभव. അപ്പം രണ്ട് ഓതേഴ്സ് എഴുതുന്ന കാര്യങ്ങൾ അദ്ദേഹം വായിക്കുന്നുണ്ട്. രണ്ടും നല്ല രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. വിലക്ഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമാനമായിട്ടുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എഴുതുന്ന രീതികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരാളാണെങ്കിൽ സ്കോളർലി ആയിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നത്, ഭയങ്കര ഫിലോസഫിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ എഴുതുന്നത്. രണ്ടാമത്തെ ആളാണെങ്കിൽ ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും പ്രാക്ടീസിൽ നിന്നും കിട്ടിയിട്ടുള്ള ഉപാർജിത് എന്ന് വെച്ചാൽ അദ്ദേഹം നേടിയെടുത്ത കാര്യങ്ങളാണ് അതിൽ കൂടുതൽ എഴുതിയിട്ടുള്ളത്. ആജ്കൽ വിദേശോ മേ ഗാന്ധിജി കെ സംബന്ധ മേ ജാനനെ കി ഉത്സുകത ഹെ, ഇസ്കാ പത്ത അബ് ചല. അപ്പം ഇപ്പോഴാണെങ്കിൽ ഫോറിനിൽ ഗാന്ധിജീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ആളുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. കുച്ച് സ്വീഡൻ കെ ലോഗ്
जिनमें आचार्य, पत्रकार, डॉक्टर, इंजीनियर इत्यादि मुझसे मिलने आए और 2 प्रश्न मुझसे उन्होंने किए। एक तो स्वतंत्रता के बाद भारत का कौन कौन काम हुआ है और दूसरा गांधी जी के संबंध में। അപ്പം അദ്ദേഹം ഈ ഇടയ്ക്ക് പുറത്ത് പോയപ്പോൾ സ്വീഡനിലെ ആളുകൾ, അതിൽ കുറേ പ്രൊഫഷനിലുള്ള ആളുകളുണ്ട്, അവരൊക്കെ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. 2 ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് അവർ ചോദിച്ചത്. ആദ്യത്തെ एक तो स्वतंत्रता के बाद भारत का कौन कौन काम हुआ है और दूसरा गांधी जी के संबंध में. അപ്പം സ്വാതന്ത്ര്യതയ്ക്ക് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിനെ കുറിച്ചായിരുന്നു. मैंने उत्तर दिया, അദ്ദേഹം മറുപടി പറഞ്ഞു. कहते थे कि यह इस देश में इसलिए भ्रमण करने आए हैं कि उसकी കുച്ച് ദേൻ സാത്ത് ലേ ജായേ. അപ്പോൾ പറയപ്പെടുന്നത് ഇദ്ദേഹം ഈ നാട്ടിൽ വന്നത് തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും കൂടെ കൊണ്ടുപോകാം എന്ന രീതിയിലാണ് എന്നാണ്. ചാരിത്രിക് ഹ്രാസ് ബഹുത് ഹുവാ ഹെ. ഹ്രാസ് എന്ന് വെച്ചാൽ ലോസ് എന്നാണ്, ചാരിത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ലോസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇസ്കെ കാരൺ ബഹുത് ഹെ, അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇസെ റോക്നെ കാ പ്രയത്ന കേവൽ ഭാഷണോ ദ്വാര വ്യർത്ഥ ഹോഗ. അപ്പോൾ ഒരുപാട് പ്രസംഗിച്ചിട്ട് ഇതിൻ്റെ കാരണങ്ങൾ പറയുക എന്ന് പറയുന്നത് യൂസ്ലെസ് ആയിട്ട് ആണ് അദ്ദേഹത്തിന് തോന്നുന്നത്. കുച്ച് അസ്പഷ്ട കാര്യ രൂപ് സെ ഹോ ജൈസ പൂജ്യ ഗാന്ധിജി കിയാ കർത്തേ ഥേ. ഗാന്ധിജി ചെയ്തിരുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. तो कुछ सफलता की आशा हो सकती है क्योंकि दूसरों पर शब्दों से अधिक क्रियाओं का प्रभाव पड़ता है. അപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ വാക്കുകളെക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തികളാണ്. കോൺഗ്രസ് കാ അധിവേശൻ കല്യാണി മേ ഹോ രഹാ ഹെ. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു സമ്മേളനം നടക്കാനായിട്ട് പോകുന്നുണ്ട് കല്യാണിയിൽ. ദേഖേ ഇസ് പ്രകാർ കാ കുച്ച് നിശ്ചയ ഹോത്താ ഹെ യാ നഹി. അപ്പോൾ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ സാരാംശം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.